മറ്റൊരു സംസ്ഥാനത്തായിരുന്നിട്ട് പോലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക. അതിന് പല പല കാരണങ്ങളുമുണ്ട്. കൊടജാദ്രി മലകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കോലാപുര ആദിലക്ഷ്മി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ചില മലയാളികൾക്കെങ്കിലും മൂകാംബിക എന്നാൽ ഒരു സരസ്വതി ക്ഷേത്രമാണെന്ന ഒരു ധാരണയുണ്ട്. എന്നാൽ ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ആദി ശങ്കരാചാര്യസ്വാമികളാണ് ദേവിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചതും ഇവിടുത്തെ ആചാരക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയതും. സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പം ശങ്കരാചാര്യസ്വാമികൾ പ്രതിഷ്ഠിച്ച ചതുർബാഹുവായ മൂകാംബികാദേവിയുടെ വിഗ്രഹവുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. മൂകാംബികാദേവി ഒരു പ്രത്യേക ദേവത മാത്രമല്ല. സ്കന്ദപുരാണമനുസരിച്ച് ദേവി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരും ത്രിമൂർത്തികളും ഒന്നിച്ചു ചേർന്ന ശിവശക്തി ഐക്യരൂപമാണ്. സുവർണരേഖയാൽ പകുത്തിരിക്കുന്ന സ്വയംഭൂലിംഗത്തിൻ്റെ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും മറുവശത്ത് പരാശക്തിയുടെ 3 ഭാവങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരുടെ സാന്നിധ്യവുമുണ്ട്. ശിവലിംഗത്തിനെ പകുത്തിരിക്കുന്ന സുവർണരേഖ തുല്യമായിട്ടല്ല, അത് അല്പം വലത്തോട്ട് മാറിയാണ്. അതിനാൽ ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്ന വലതുഭാഗത്തിന് വലിപ്പവും കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ ദേവീ സാന്നിധ്യത്തിന് കൂടുതൽ പ്രാധാന്യം വന്നതും. പരശുരാമന്റെ സൃഷ്ടിയിലെ 7 മോക്ഷസ്ഥലികളിൽ ഒന്നാണിത്. ആദി ശങ്കരാചാര്യസ്വാമികൾക്ക് ധ്യാനത്തിൽ തെളിഞ്ഞ ദേവിയുടെ രൂപമാണ് നമ്മൾ പുറകിൽ കാണുന്നത്. ശംഖ്, ചക്രം, അഭയം, വരദം എന്നീ മുദ്രകളോടെ ശ്രീചക്രത്തിൽ കുടിയിരിക്കുന്ന ദേവിക്ക് സിംഹാസനസ്ഥയായ മഹാരാജ്ഞിയുടെ ഭാവമാണ്. പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ദേവി വിഗ്രഹത്തിന് മാറിൽ അമൂല്യമായ ഒരു മരതരത്നവും കാണാം. ആദി പരാശക്തിയുടെ വാസസ്ഥാനമായി കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബികാദേവി എന്നൊരു സങ്കല്പവുമുണ്ട്. ഭഗവതി സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ 108 ദുർഗാലയങ്ങളിൽ ഒന്നുമാണിത്. ഗ്രഹണ സമയത്ത് പോലും നടയടയ്ക്കാത്ത ക്ഷേത്രം എന്നൊരു പ്രത്യേകതയും മൂകാംബികയ്ക്കുണ്ട്. ഇതുപോലെ പറഞ്ഞാലും തീരാത്ത പ്രത്യേകതകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുമുണ്ട്.